ഹായ് ഗൈസ്, നമ്മൾ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പം മാൽപ്പേ ബീച്ചിൽ വന്നേക്കാണ്. ഉടുപ്പിയിൽ പോയത് രാവിലെ വ്ലോഗൊന്നും എടുത്തില്ല, കാര്യം പെട്ടെന്ന് കയറി ടൈം തിരക്കുണ്ടായിരുന്നു, നമ്മുടെ വിഷയമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെക്കേഷനാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ കയറി ഇപ്പോൾ മാൽപ്പേയിൽ നമ്മൾ വന്നേക്കാം. ഭയങ്കര വെയിലാണ്, ഭയങ്കര തിരക്ക് ഇവിടെ. സെമിരി സൈലൻറ്റിൽ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് പറയാം എന്താണെന്ന്, എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ. പ്രൈസൊക്കെ ജെസ്കൈ ഉണ്ട്, ബോട്ട് റൗണ്ടിങ്, ബനാന റൈഡ്, വമ്പി റൈഡ്, പാരസൈലിങ്, സോർബൻ, ഡിസ്കോ റൈഡ്, എല്ലാത്തരം ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ. എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ബീച്ചിലൊന്നും എല്ലാ സാധനങ്ങളും ഇല്ല. ഇവിടെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കയറാം. ഇതിനും ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ബോട്ടിൽ കയറാം. ഇത് ബോട്ടിൽ കയറാനാണോ? ബോട്ടിൽ കയറാൻ ക്യൂ നിൽക്കുന്നവരാണ്. ഈ ക്യൂ നിൽക്കണം. ഈ ക്യൂ നിന്ന് അവിടെ ബോട്ട് വരും. എന്നിട്ട് അതിൽ എത്രയോ ആൾക്കാരെ കയറ്റിയിട്ട് കൊണ്ടുപോകും. 20 മിനിറ്റ് ഉണ്ട് വൺ സൈഡ്. എനിക്ക് തോന്നുന്നു കാണുന്നതാന്ന് തോന്നുന്നു. 20 മിനിറ്റ് ഉണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് അറിയാം ഇങ്ങനെ ഉണ്ടെന്ന്. തിരക്കായിരിക്കും, കാര്യമായിരിക്കും. ഇതെല്ലാം അങ്ങോട്ട് എന്തായാലും പോകാതിരിക്കത്തില്ല. കാരണം നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുന്നവരെല്ലാം അങ്ങോട്ട് വരുന്നറിയാം. നല്ല നേരം ഇതൊരു പൊളിത്താനാണോ? എല്ലാരും വന്ന് കയറുന്ന നടന്നില്ല. അയ്യോ, നമ്മളത് ഐലൻഡിലെത്തിയിട്ട് ബോട്ട് ഇറങ്ങി ജസ്റ്റ് നടക്കുക. അവിടെ കണ്ടോ, ആ കാണുന്നിടത്താണ് ബോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് നടക്കുക. സൂപ്പറായിരുന്നു അവിടെ ബോട്ടിൽ വരുന്നത്. ഭയങ്കര ഇത്ര ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നല്ല വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാടി വരും. പക്ഷേ വേറെ വെള്ളം തെറിക്കും, ഉപ്പുവെള്ളമല്ല. എന്നാലും സൂപ്പറായിരുന്നു. അവിടെ കാലേ മൊത്തം മണ്ണായി കാണിക്കുന്നില്ല. അവരെല്ലാം സെറ്റാക്കുന്നുണ്ട് അവിടെ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമുക്ക് സമയം 5:30 ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തിരിച്ച് പോകണം. 6:15 ലാസ്റ്റ് ബോട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നല്ല ടൈം ഉണ്ട് സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്, പക്ഷെ നമുക്ക് സമയമില്ല. നമുക്ക് ഒരുത്തനവിടെ ഫോട്ടോ എടുപ്പായിരുന്നു. അവന് ബീച്ചിൽ ഇറങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നല്ല കിടിലം ഫോട്ടോസ് ആയിരിക്കും. അവിടെ എല്ലാവരും അവിടെ വ്ളോഗിങ് ഉണ്ട്, വീഡിയോ എടുപ്പുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. നോക്കട്ടെ പോയി. ഇല്ല, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാന്ന് തോന്നുന്നു. എനിക്ക് നല്ല കുളിക്കാൻ പറ്റിയ, ബീച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പേര് കുളിക്കുന്നത്. കാരണം കുറേ കല്ലുകളും പിന്നെ കുറേ ഇവിടെയൊക്കെ തെളിഞ്ഞ വെള്ളം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം വലിയ തിരയൊന്നുമില്ല. ഇവിടെ സൂപ്പറാണ്. മരുന്ന് വേണമല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ വരണം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അവിടെ വിഷ്ണു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് അറിയണമെങ്കിൽ ജയസ് വെറൈറ്റി വ്ളോഗ്സ് അല്ലേ, അജിത നായർ വെറൈറ്റി വ്ളോഗ്സ് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അവർ ഡെയിലി ഇടുന്നുണ്ട്. നമ്മളത്രയൊന്നും ഇടുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അതൊരു ഫോട്ടോ എടുക്കണം. നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യണം.
എടാ തൊപ്പി. നമ്മൾ അതിൻ്റെ അകത്ത് ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും. നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൂപ്പറാണ്. ഇവിടെ എല്ലാവരും വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ച് തന്നെയാണ്. നമ്മളവിടെ നിന്ന് 400 രൂപ എന്ന് പറഞ്ഞ ബോട്ടിൽ, എന്നാലും നല്ല എക്സ്പീരിയൻസ് ആട്ടോ. അത് കൂടുതലാണ് കുറവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ അന്ന് അപ്പോൾ കേട്ടത് അങ്ങനെ പറയായിരുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന പോലെയല്ല, നമ്മൾ അത് വെച്ചാൽ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് സൂപ്പറാണ്. ഞാൻ പറയുന്നത് കുളിക്കാനൊക്കെ സെറ്റപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്കിന്ന് വൈകുന്നേരം പോകണം. അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ നോക്കിയാൽ ഇപ്പോൾ തന്നെ കുറച്ച് കാലൊക്കെ നനഞ്ഞു. കാലൊക്കെ നനഞ്ഞ് ഒന്നും പറ്റില്ല. അങ്ങനെ സമയം 5:45 പോകണം. എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. നല്ല ലെങ്കുള്ള ബീച്ചാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ തിരക്കത്ര ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ കുറേ പേര് പോയെന്നൊക്കെ തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ഭയങ്കര കല്ല ഇതുപോലത്തെ. അപ്പോൾ സൂക്ഷിച്ച് നടക്കണം. തെന്നലൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഇടയ്ക്കത്തെ ആ കാണുന്ന പാറയിലൊക്കെ നമ്മൾ അതുകൊണ്ട് ഒന്നുകൊണ്ട് പാറയിലൊക്കെ കയറി. പക്ഷെ വലിയ തെന്നലൊന്നുമില്ല. അതുകൊണ്ട് അവിടെയൊക്കെ കയറാൻ സേഫാണ്. അവിടെയൊക്കെ അത്രയൊക്കെ ഉണ്ടോ ആൾക്കാരെ കാണാൻ നിൽക്കുന്ന ഒരു വെള്ളമേ ഉള്ളൂ. കാരണം നമുക്ക് അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് ടെൻഷൻ വേണ്ട. ആഴം ഉണ്ടോ ഇല്ല, തിരമാലയില്ല. അവിടെ നല്ല ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നു, ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്ന് സമയം ഇല്ലാറായി. നമുക്കിപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പോകണം. ഇത് അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അകത്ത് കയറായിരിക്കും, നോക്കട്ടെ. നമുക്ക് ഏതായാലും ഇപ്പോൾ റൗണ്ട് ചുറ്റാനേ വഴി കണ്ടുള്ളൂ. അങ്ങനെ നോക്കട്ടെ ചുറ്റാൻ പറ്റുമെന്ന്. അതിൻ്റെ മണ്ണിലൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ അവരകത്തേക്ക് കയറുമെന്ന് തോന്നുന്നു. അപ്പോൾ അകത്ത് കയറാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പോയി കയറി നോക്കാം. നമ്മുടെ വ്ളോഗർമാർ രണ്ടുപേരും ഇതേ ആസ്വദിച്ച് നടക്കുമെന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരുടെയും വീഡിയോ ചെക്ക് ചെയ്താൽ നമ്മളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാണും. ഇവിടെ കുറേ വെറൈറ്റി ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മതി. അതെ, നമ്മൾ ലിങ്ക് കൂടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. സൂപ്പർ എൻ്റർടൈൻമെൻറ്റ് ചാനലായിരിക്കും. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. കാര്യം അവിടെ ഭയങ്കര കാടാണ്, ഡേഞ്ചർ സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സമയമായി. നമുക്ക് ബോട്ട് ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ ബോട്ടിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം ലാസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു നേരത്തെ അവിടെ പോയി നിൽക്കാമെന്ന് ഓർത്തു. ഇവിടെ ആൾക്കാരൊന്നും പോകുന്ന ലക്ഷണമില്ല കേട്ടോ. എല്ലാവരും ഇവിടെ കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എല്ലാവരും അവിടെ ചെന്ന് ഞാൻ പോകുന്നേ ഉള്ളൂ. നടക്കാൻ കുറച്ച് പാടാം. ചെരുപ്പ് തെന്നും, കാലിൽ നിന്ന് തെന്നിപ്പോവും. ചെരുപ്പ് തെന്നുന്നല്ല, കാലിൽ നിന്ന് ചെരുപ്പ് തെന്നിപ്പോവും, വീഴും. റോഡിൽ മൊത്തം ആൾ കയറിയിരിക്കുന്നു. മാറിയിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം അവിടെ ചെന്ന് ഞാനും പോട്ടെ. നമ്മൾ തിരിച്ച് പോവാ. നമുക്ക് ലാസ്റ്റ് ബോട്ടുണ്ടെന്ന് പറയും. എത്ര ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷെ ആൾക്കാരൊന്നും കയറിയിട്ടില്ല. ആൾക്കാരൊക്കെ അവിടെ ഇപ്പോഴും കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. പിള്ളേർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കാര്യം അധികം ഡേഞ്ചറല്ല. എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് വരെ കേട്ടോ. ആ ഒരു പാറ കാണുന്നിടം വരെയൊക്കെ അത്യാവശ്യം നിലം കാണാൻ പറ്റും. ഇപ്പം ഈ ലക്ഷദ്വീപ് ടൈപ്പൊക്കെ ഞാൻ തോന്നുന്നു. നമ്മളവിടെ പോയിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ രീതി കാണുന്നത്. അതുകൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്കങ്ങനെ പ്ലാനിങ് ഒക്കെ ആയിട്ട് വന്നിരുന്നതിൽ നമുക്കും ഇങ്ങനെയൊക്കെ ചാടായിരുന്നു. പക്ഷേ നമ്മൾ വൈകിട്ട് ട്രെയിന്, ഉടുപ്പിൽ നിന്ന് ട്രെയിൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടെ പോകണം. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആക്ച്വലി റൂമിൽ നല്ല റൂം എടുത്തു കേട്ടോ. സൂപ്പർ റൂമായിരുന്നു. അവനാണ് ശ്രീജിത്ത് സെലക്ട് ചെയ്ത്. നല്ല റൂമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 3 റൂം എടുത്തു. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിലാണ് വന്നത് ഉടുപ്പിയിൽ. ഇന്ന് രാവിലെ എന്നിട്ട് ശ്രീകൃഷ്ണ ടെമ്പിളിൽ പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് സ്പെഷ്യൽ പാസ് എടുത്ത് കയറിയത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 200 രൂപയായ ഒരാൾക്ക്. നല്ല വർത്തായിരുന്നു കേട്ടോ. ചെറിയൊരു അമ്പലം അകത്ത്. ഇപ്പം ശ്രീകോലൊക്കെ ചെറുതാണ്. അപ്പോൾ എല്ലാവർക്കും ക്യൂ കുറേ നേരം ഉണ്ടായിരുന്നു. കുറേ പൂജയൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും അധികം എടുത്തില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി റൂമിൽ വന്നു. പിന്നെ അവരോട് നമ്മൾ 12 മണിക്കായിരുന്നു ചെക്ക് ഔട്ട് ടൈം. പക്ഷേ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചു. നമ്മൾ എന്നിട്ടൊരു 4 മണിയായപ്പോഴത്തേനും ഇറങ്ങി. ഇത് ആക്ച്വലി മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഇല്ലേ, MIT, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അവരുടെ മെയിൻ ക്യാമ്പസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്
ഒരു ടാക്സി വിളിച്ചു. പല റേറ്റ് വരാൻ ടാക്സി. നമുക്ക് ആക്ച്വലി ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് മാൽപ്പേ പോകണം, എന്നിട്ട് തിരിച്ച് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു 7 മണിയായപ്പോൾ ആകുമ്പോൾ. ഓക്കെ, ഒരു 2000 രൂപ. നമ്മൾ 9 പേരുണ്ടായിരുന്നു. ഒരു ടവേര വിളിച്ചു, 2000 രൂപ. അവർ അവിടെ ഹോട്ടലുകാർ തന്നെ റൂമൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു, മീൻസ് വണ്ടി എടുത്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഇവിടെ വന്നു. ഇനിയിപ്പം ഇവിടെ 400 രൂപയായി ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോട്ടിന് അതിൽ കയറി ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു പോകാം. ബോട്ട് വന്ന് കിടപ്പുണ്ട് കണ്ടോ ഇവിടെ. പക്ഷേ ഇവിടെ കുറച്ച് ആഴമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പുറത്തെ പോലെ എത്ര സ്റ്റീപ്പാണ് തോന്നുന്നു. തിരക്കുണ്ട് അവിടുത്തെ. അയ്യോ, എന്തൊരാണെന്നൊക്കെ ഇവിടെ. പിന്നെ അവിടെ നിന്ന് വേണം കയറാൻ. ആ കിടക്കുന്ന ബോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ ബോട്ട് പോകാൻ വേണ്ടി കിടക്കണം. കാര്യം കരക്കടുപ്പിക്കാൻ ഒരു സ്ഥലം ഉള്ളതെന്ന് തോന്നുന്നു. നമുക്ക് അവരുടെ കൂടെ കയറണം. കാല് മൊത്തം മണ്ണാവും, കാറിൽ വീഴ്ച വന്ന മണ്ണാവുമല്ലോ. നമുക്ക് അവിടെ നിന്ന് നോക്കാം. അടുത്ത ബോട്ട് എനിക്കൊന്ന് ആ കിടക്കുന്ന ബോട്ടൊന്ന് വരുന്നത് പോയി വെയിറ്റിംഗ്. ഒരു ബോട്ടിൽ അത്യാവശ്യം ഒരു 10, നമ്മൾ വന്ന ബോട്ടിൽ ഒരു 10-25 പേര് കയറി. ഒരു ബോട്ട് കുറേ ആൾക്കാർ കയറി കേട്ടോ. 50 പേരൊക്കെ കയറും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീരും. നോക്കാൻ എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂറേ ഉള്ളൂ. 5:30 ആകുമ്പോൾ പോകണം. പക്ഷേ 5:30 അവർ 6 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അതുപോലെ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് ബോട്ട് ഇനി ഏതാ വരുന്ന അറിയില്ല. ഒന്നും വരുന്ന ലക്ഷണം കാണുന്നില്ല. ഏതെങ്കിലും വന്നിട്ട് പോകാൻ നോക്കട്ടെ എങ്ങനെയാന്ന്. അയ്യോ, നമ്മൾ തിരിച്ചെത്തി. എൻ്റെ പൊന്നെ മടുത്തു. ശിവമാശ്ശേരി വിടായിപ്പോട്ടെ. ഞങ്ങളോട് പറഞ്ഞത് 5 ബോട്ടുണ്ട് എപ്പോഴും ഉണ്ടെന്ന്. നമ്മൾ അവിടെ എത്ര എന്നറിയാമോ, ഒരു 2 ബോട്ട് പോയിട്ട് തിരിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്തു. 20 മിനിറ്റ് വെച്ച് വേണം വൺ സൈഡ് പോകാൻ. ഇവിടെ എന്തോ പരിപാടി നടക്കുക, വോളിബോൾ നടക്കുക എന്തോ അവിടെ, അതിന് വേള. എന്നിട്ട് നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേനും അവന്മാർക്ക് ഈ കയറുമ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ സ്നേഹമൊന്നുമില്ല. നല്ല ഏതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഇടിച്ച് കുത്തി കയറി ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ മേലും കൈയും മുഖം എല്ലാം ഒട്ടുന്നുണ്ട് ഉപ്പുവെള്ളം തെറിച്ചിട്ട്. തിരിച്ചു വന്ന പത്രക്കില്ലായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു. കാര്യം മൊത്തം കുളമായി. ചെരിപ്പായി പിടിച്ചേക്കുക വീഴായിരിക്കാൻ. ഒട്ടുന്നില്ല. നമ്മളിനി തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവാ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പറ്റുമോ എന്നറിയില്ല. നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിപ്പ് കൂടെ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുന്നു.